ഇന്ത്യ ഇറാൻ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് നേരെ വാളെടുക്കാൻ ഇറാൻ മുതിർന്നാൽ ശക്തമായ ആയുധങ്ങൾ അവരോട് സംസാരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി മുഴക്കുന്നത് പോലെ ആകില്ല എന്നും സംസാരത്തിന് പകരം ഇന്ത്യ പ്രവർത്തിച്ചു കാണിക്കുമെന്നാണ് ഇറാൻ ഭരണകൂടത്തിന് നന്നായി അറിയാമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ മറുത്തൊരക്ഷരം മിണ്ടാതെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ തന്നെ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ എത്തിക്കാനുള്ള നടപടി അവർ സ്വീകരിച്ചതും. ഇതിനിടയിൽ ഇപ്പോൾ നാട് കടത്തപ്പെട്ട ഇറാൻ രാജകുടുംബ അംഗമായ റിയാസ് പഹ്ലവി ആകട്ടെ വ്യക്തമാക്കുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ജനാധിപത്യ ഇറാൻ ശ്രമിക്കുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പഹ്ലവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഗോള വെല്ലുവിളികൾക്ക് കൂടുതൽ ആഴത്തിലുള്ള രാജ്യാന്തര സഹകരണം ആവശ്യമാണ് എന്നും അവ പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ട് എന്നും ഒരേ മൂല്യങ്ങൾ പാലിക്കുകയും തങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും വ്യത്യസ്തമായ മേഖലകളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഏതൊരു രാജ്യവുമായും സാധ്യമായ ഏറ്റവും മികച്ച ബന്ധം പുലർത്തുവാനും ജനാധിപത്യ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ആധുനിക ചരിത്രത്തിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇറാൻ സന്ദർശിച്ച സമയത്ത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ആ ബന്ധം വളരെ കാലം പഴക്കമുള്ളതാണ്. ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചരിത്രത്തിൽ അഭിമാനിക്കാം. ഇന്ത്യയുടേത് സമ്പന്നമായ ഒരു സംസ്കാരമാണ്. രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് വളരെയധികം അഭിമാനിക്കാൻ കഴിയുമെന്നും ഇത് വളരെ നല്ല ബന്ധത്തിനും സഹകരണത്തിനും സ്വാഭാവികമായ ഒരു പരാതിയായിരിക്കാം. സാങ്കേതിക വിദ്യയെയും അതുപോലെ തന്നെ വൈവിധ്യത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യ ഒരു മുൻനിര രാജ്യമായി തന്നെ ഉയർന്നു വരുന്നതാണ് എന്നതായിരുന്നു റിസാ പഹ്ലവിയുടെ വാക്കുകൾ. എന്നാൽ ഈ വാക്കുകളെ വളച്ചൊടിക്കാൻ പല രീതിയിലും ഇറാനിലെ മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നതായും തന്നെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് നേരെ ഇത്തരത്തിൽ അവർ വാളെടുക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇറാന്റെ ആഭ്യന്തര സാഹചര്യം അതീവ സങ്കീർണമായി അവിടെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെയുള്ള 9,000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാരെ അവിടെ സുരക്ഷിതമായി തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഇറാനിലുള്ള ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സായിദ് അബ്ബാസ് അരാക്ചിയുമായി തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വ്യോമസേനയെ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഭാരതം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇറാനിലെ വിവിധ നഗരങ്ങളിലായി തന്നെ ഏകദേശം 9,000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും അതുപോലെ തന്നെ അവിടെ വലിയ രീതിയിൽ എത്തപ്പെട്ട വ്യക്തികൾ ചില നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും മാത്രമല്ല മെഡിക്കൽ പഠനത്തിനായി തന്നെ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണിപ്പോൾ അവിടെ വലിയ രീതിയിൽ എത്തിയിരിക്കുന്നത്. അടിയന്തര യാത്രയ്ക്കായി തന്നെ പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും സജ്ജമാക്കി വെക്കാൻ വിദ്യാർത്ഥികൾക്ക് എംബസി ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആയതിനാൽ തന്നെ ഇവർ സുരക്ഷിതമായി ഇവിടേക്ക് എത്തേണ്ട ദൗത്യമാണ് ഇപ്പോൾ ഭാരതം ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ആദ്യ ഫ്ലൈറ്റ് ഡൽഹിയിൽ എത്തിയതായും തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.